2 Corinthians 6:16. For we are the temple of the living God, as God said, I will live in them and walk among them, and I will be their God, and they shall be my people. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും. As we enter the Apostles' Fast, we are called to more than external obedience. We are called to become temples. ശ്ലീഹ നോമ്പ് സമാരംഭിക്കുകയായി. ചില ആചാര അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പുറമേയുള്ള ചില അനുസരണങ്ങൾ മാത്രമല്ല ഈ നോമ്പിലൂടെ സഭയും ദൈവവും ഉദ്ദേശിക്കുന്നത്. നാം ദേവാലയങ്ങളായി തീരേണ്ടിയിരിക്കുന്നു. The fast is not merely a change of diet, but a change of dwelling. നമ്മുടെ ഭക്ഷണ രീതിക്ക് ചില ക്രമീകരണങ്ങൾ വരിക മാത്രമല്ല, പിന്നെയോ നമ്മുടെ വാസസ്ഥലങ്ങൾ തന്നെ മാറേണ്ടിയിരിക്കുന്നു. It is a return to inner watchfulness, where our hearts become altars and our minds sanctuaries. നമ്മുടെ ഹൃദയം അൽത്താരകളും നമ്മുടെ മനസ്സ് വിശുദ്ധ ദേവാലയങ്ങളും ആയിത്തീരണം. Let not your body stand there while your heart is distracted. May your body be a church, your mind a sanctuary. These words from the Monday evening prayer reminds us what good is standing in church if the mind wanders in the marketplace. What power has prayer if our thoughts are consumed with noise? ദേവാലയത്തിൽ നാം നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ നാം നിൽക്കുമ്പോൾ, നമ്മുടെ മനസ്സ് എവിടെയോ വിദൂരത്തായി നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സ് അവശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്ത് അർത്ഥം? Today, begin by turning inward. Let our bodies be a church, reverent, still intentional. നമ്മുടെ ശരീരം ആലയങ്ങളായി തീരേണ്ടിയിരിക്കുന്നു. Let our mind be a sanctuary, quiet, pure, filled with light. നമ്മുടെ ജീവിതം നിശബ്ദമാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധിയിലേക്ക് നാം വളരണം. പ്രകാശപൂരിതമായ ജീവിതം ആയിരിക്കണം. The apostles fasted and prayed not to impress but to be transformed. രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണ് പരിശുദ്ധ ശ്ലീഹന്മാർ പ്രാർത്ഥിച്ചത്. So must we. നമ്മുടെ പ്രാർത്ഥനകളും നമ്മെ രൂപാന്തരപ്പെടുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. O Christ, dwell within me. Make me fully yours, body, mind and soul. കർത്താവേ, എന്നിൽ വസിക്കണമേ. എന്നെ പരിപൂർണമായി അങ്ങയുടേത് ആക്കണമേ. മനസ്സും ആത്മാവും ദേഹിയും. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.